വയനാട്ടിൽ 3 കടുവകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് അന്വേഷിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു. ഉത്തരമേഖല CCF KS ദീപയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെ നിയോഗിച്ച ഉത്തരവിറങ്ങി. ഡോക്ടർ അരുൺ സഖറിയ, DFOമാരായ ധനേഷ് കുമാർ, അജിത് K രാമൻ, വരുൺ ഡാലിയ എന്നിവരും സംഘത്തിലുണ്ട്. മയക്കൊല്ലിയിൽ 2 കടുവകളെയും വൈത്തിരിയിൽ കടുവക്കുഞ്ഞിനെയുമാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും വനം മന്ത്രി നിർദ്ദേശിച്ചു. ഒരാഴ്ചക്കിടെ 4 കടുവകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മേപ്പാടി കുന്നമ്പറ്റ കൂട്ടമുണ്ട എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിൽ 3 വയസ്സുള്ള കടുവയുടെ ജഡം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത്. വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജഡത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ദുർഗന്ധം വമിച്ചപ്പോൾ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. സ്വാഭാവികമായി ചത്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ആനപ്പാറ, കൂട്ടമുണ്ട പ്രദേശങ്ങളിൽ കുറെ മാസങ്ങളായി കടുവകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആനപ്പാറയിൽ തള്ളക്കടുവയെയും 3 കുട്ടികളെയും പിടിക്കാൻ കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ കടുവകൾ പിന്നീട് ഇവിടെ നിന്ന് മാറിപ്പോയി. ചെമ്പ്ര വനമേഖലയിൽ കണ്ടിരുന്ന കടുവയാണ് ചത്തതെന്നാണ് നിഗമനം. ഇവിടെ ഇനിയും കടുവയുണ്ട്. കാരണം ഈ കൂട്ടമുണ്ട എസ്റ്റേറ്റിൽ, കൂട്ടമുണ്ട കാടുമൂടി കിടക്കുന്ന കൂട്ടമുണ്ട എസ്റ്റേറ്റിൽ 4ഓളം കടുവകളുടെ സാന്നിധ്യം ഇവിടുത്തെ തൊഴിലാളികളും പുറത്ത് സമ്മതിക്കുന്നില്ലെങ്കിലും ഫോറസ്റ്റുകാർക്കും അറിയാവുന്ന കാര്യമാണ്. വയനാട് വന്യജീവി സങ്കേത പരിധിയിലെ കുറിച്ചാട് കാടിനുള്ളിൽ 2 കടുവകളെയും പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. 1 ആൺകടുവയും 1 പെൺകടുവയുമാണ് കുറിച്ചാട് ചത്തത്. കടുവകൾ പരസ്പരം ഏറ്റുമുട്ടി ചത്തതാണെന്നാണ് സംശയം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പെട്രോളിങ്ങിനിടെ കടുവകളുടെ ജഡം കണ്ടെത്തിയത്. സംഭവത്തിൽ വനം മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കി. നോർത്തേൺ സർക്കിൾ CCF KS ദീപയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. ഇതിന്റെ ഭാഗമായി കടുവകളുടെ ജഡങ്ങൾ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അമൃത ന്യൂസ്, വയനാട്.